പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ മജ്മുഅയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറ്റമ്പാർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ. ഞങ്ങളാരും മഅ്സൂമീങ്ങളായ നബിമാരല്ല. ഞങ്ങളെല്ലാം ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സാധുക്കളായ അടിമകളാണ്. ഞങ്ങളെല്ലാവരുടെയും എല്ലാ അമലുകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളെല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കണം റഹ്മാൻ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. കൂറ്റമ്പാർ ഉസ്താദ് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയമാക്കി. ഞാനത് കേട്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന്, ഞാനന്ന് വിദേശത്തായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് വോയിസ് ഇട്ടു. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മേലിൽ അങ്ങനെ നിങ്ങൾ പറയൂല എന്ന് എനിക്കറിയാം, എങ്ങൾക്കും അതിൽ കേതുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇട്ടു. അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉണർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടു. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു അപ്പോഴേക്ക് പിടിച്ച് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് എല്ലാവരും കൂടി മോശാക്കി അങ്ങനെ പറയുന്നത് എന്റെ വാചകത്തിൽ 100 എണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെ വാചകത്തിലും വരാൻ സാധ്യതയുണ്ട്. ആരും മഅ്സൂമീങ്ങളായ നബിമാരൊന്നുമല്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളന പ്രഖ്യാപനം അങ്ങകലെ കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോൾ അതിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അടക്കം ഞങ്ങളെല്ലാവരും പോയിട്ട് സിയാറത്ത് ചെയ്തു. വരക്കൽ മുല്ലക്കോയത്തങ്ങളെ സിയാറത്ത്. തൊട്ടടുത്ത് തന്നെ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഖബറുണ്ട്, അവിടെയും കയറി സിയാറത്ത് ചെയ്തു. ഉസ്താദ് അവറുകളും ഞങ്ങളെല്ലാം സിയാറത്ത് ചെയ്തു. അങ്ങനെ അവരെല്ലാം അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഖാദിമീങ്ങളൊക്കെ വല്ല ബഹുമാനത്തോടെ ഉസ്താദിനെ സ്വീകരിക്കുകയും ചെയ്തു. ആണ് ദുആയെല്ലാം കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ ഒന്ന് നിസ്സാരപ്പെടുത്തിയിട്ട് അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതുവരെയുള്ള എല്ലാം മോശമെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരിച്ചു. അത് അദ്ദേഹത്തിന് സംഭവിച്ചൊരു പാളിച്ചയായിരുന്നു. അല്ല, ആർക്കും സംഭവിക്കും പാളിച്ചകൾ, വലിയ ആളുകൾക്കും സംഭവിക്കും, ചെറിയ ആളുകൾക്കും സംഭവിക്കും, സംസാരത്തിൽ പാളിച്ച സംഭവിക്കും. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്തിന് പോയിരുന്നു. അതിനർത്ഥം ഖുനൂത്ത് കൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞു എന്നല്ല, അവിടുന്ന് ഖുനൂത്ത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഷാഫി ഇമാം ആശയത്തിൽ നിന്ന് മാറിയെന്നൊന്നും അതിനർത്ഥമില്ല. വലിയ വലിയ ആൾക്കാരും ആകുമ്പോൾ ആദരിച്ചുകൊണ്ട് സിയാറത്തിന് പോകും, അവരെ ബർക്കത്തെടുക്കുകയൊക്കെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആ വിഷയം അവിടെ കെട്ടടങ്ങി. അതുപോലെ ഞാൻ ഉണർത്തുകയാണ്, ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകും, അതെടുത്ത് പൊക്കി സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കിടയിലും ആലിമീങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരും നടത്തരുത്. പാളിച്ചകൾ വന്നാൽ പാളിച്ചയാണെന്ന് മനസ്സിലാക്കണം. ഖൈറായത് ആര് പറഞ്ഞാലും സ്വീകരിക്കണം, ഖൈറല്ലാത്തത് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റം പാറക്കും. അതുപോലെ നമ്മൾ എല്ലാ പണ്ഡിതന്മാർക്കും നമുക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ നല്ല കാര്യത്തിന് ധാരാളം തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ വലിയ സേവനമാണ് ഈ നിലമ്പൂർ ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ഒരു സ്ഥാപനവും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, മജ്മഅ തുടങ്ങിയപ്പോ എത്രയെത്ര പള്ളികളാണ്, എന്തെല്ലാം സ്ഥാപനങ്ങളാണ്, എന്തെല്ലാം സേവനങ്ങളാണ്. അതിന് അദ്ദേഹം ഊണുവർക്ക് വെച്ച് ഓടുന്നത് പലപ്പോഴും നേരിൽ കാണുന്നവനാണ് ഞാൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് ഇനിയും തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. മരിച്ചുപോയവരുടെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാൻ.